എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തത് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. 1 സവാള ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1/2 കപ്പ് മല്ലിയില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. ഇതാണ് ചാറ്റ് മസാലൻ്റെ പാക്ക്. ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാൻ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, ചെറുതായി കട്ട് ചെയ്ത മല്ലിയില, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഒന്ന് ഞാൻ ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റ് കോട്ട് ചെയ്തെടുക്കുന്നത് കോഴിമുട്ടയുടെ മിക്സിലല്ല, മൈദയുടെ ബാറ്ററിലാണ്. മൈദയുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ 4 ടേബിൾ സ്പൂൺ മൈദ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മൈദയുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നല്ല ലൂസിലാണ് ഈ ബാറ്റർ വേണ്ടത്. ഈ കട്ട്ലേറ്റ് മൈദയുടെ മിക്സിലിട്ട് കൊടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഞാൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കട്ട്ലേറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ
ഇപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇപ്പോൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ കട്ട്ലേറ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ കട്ട്ലേറ്റ് ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്.